ഹലോ ഫ്രണ്ട്സ്, ഫോസ്റ്റർ കേരളയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു വീടിൻ്റെ കല്ലിടൽ കാര്യങ്ങളെക്കുറിച്ചിട്ടാണ്. അപ്പോൾ ഈ വാസ്തവത്തിൽ ഇപ്പോൾ നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതിൽ പല തെറ്റുകളുമുണ്ട്. പക്ഷേ അതാരും അംഗീകരിക്കാൻ തയ്യാറല്ല. പുസ്തകത്തിൽ പറയുന്നതോ അല്ലെങ്കിൽ ശാസ്ത്രത്തിൽ എഴുതി വെച്ചിട്ടുള്ളതോ പോലെയുള്ള കാര്യങ്ങളാണെങ്കിൽ ഇപ്പോൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തെറ്റാണ്. അപ്പോൾ അതെന്താണ് തെറ്റ്, അത് ശരി ഏതാണ് എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത്. വാസ്തവത്തിൽ കല്ലിടുന്നതിന് ഒരു സ്ഥാനം കാണുക എന്ന് പറയുന്നൊരു ചടങ്ങുണ്ട്. അപ്പോൾ വാസ്തവത്തിൽ എന്താണ് കല്ലിടുന്നതിനൊരു സ്ഥാനം കാണുന്നത്? നമ്മൾ ഈ സ്ക്രീനിൽ കാണുന്ന പോലെ ഒരു രാശി അഥവാ നമ്മളുടെ മലയാള മാസങ്ങൾ എഴുതിയ 12 ഭാഗങ്ങളാക്കി നമ്മുടെ വീട് വയ്ക്കാൻ ഉദ്ദേശിക്കുന്ന ആ ചതുരത്തെ, വീട് ഇരിക്കേണ്ട ഭാഗത്തെ തിരിക്കുന്നു. 12 ഭാഗങ്ങളായിട്ട് തിരിക്കുന്നു. ഇതിൽ 4 കോൺ മാസങ്ങളും കല്ലിടുന്നതിന് കൊള്ളുകയില്ല എന്നാണ് വാസ്തവത്തിൽ ശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുള്ളത്. 4 കോൺ മാസങ്ങളെന്ന് പറയുന്നത് ഒന്ന് മീനം, ഒന്ന് മിഥുനം, ഒന്ന് കന്നി, ഒന്ന് ധനു. ഈ 4 മാസങ്ങളും കല്ലിടുന്നതിന് നല്ലതല്ല. കർക്കിടകവും സാധാരണ എടുക്കാറില്ല. ഈ 4 മാസങ്ങളും സാധാരണ കോൺ മാസങ്ങളായതുകൊണ്ട് കല്ലിടാൻ ഉപയോഗിക്കുന്നില്ല എന്ന് പറയുന്നു. ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ മാസത്തിൽ കല്ലിട്ടാൽ ഉണ്ടാകുന്നൊരു ചെറിയ കാര്യമാണ്. അത് ശാസ്ത്രത്തിൻ്റെ പ്രധാന കാര്യമായിട്ട് വാസ്തുശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഏതാണോ ഇപ്പോഴത്തെ മാസം, അതിന് പറയുന്നത് ഉദയ രാശി എന്നാണ്. അഥവാ ഈ മാസം, ഇപ്പോൾ എക്സാമ്പിളായിട്ട് നമ്മൾ മീനമാസത്തിലാണ് ഒരാൾ കല്ലിടാൻ പോകുന്നതെങ്കിൽ അതിൻ്റെ 10ാമത്തെ മാസത്തിൻ്റെ പേര് എവിടെയാണോ എഴുതിയിരിക്കുന്നത് അവിടെ വേണം ശില സ്ഥാപിക്കാൻ, അഥവാ കല്ലിടുന്നതിനുള്ള സ്ഥാനം കാണാൻ എന്നാണ് ശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നത്. സാധാരണ അങ്ങനെയല്ല ആരും ചെയ്യുന്നത്. അപ്പോൾ മീനമാസത്തിൽ കല്ലിടുകയാണെങ്കിൽ സാധാരണഗതിയിൽ ധനു എന്നെഴുതിയിരിക്കുന്ന ഭാഗത്ത് വേണം നമ്മൾ കല്ലിടാൻ. അപ്പോൾ 4 കോണുകളിലും കല്ലിടാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ 4 കോൺ മാസങ്ങളും നമ്മൾ ഉപയോഗിക്കാറില്ല. അപ്പോൾ നമ്മൾ മീനത്തിൽ ഉപയോഗിക്കുന്നത് പോലെ തന്നെ മിഥുനത്തിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് മീനമാണ് 10ാം രാശിയായിട്ട് വരുന്നത്, അല്ലെങ്കിൽ 10ാമത്തെ മാസമായിട്ട് വരുന്നത്. അവിടെ നമുക്ക് കല്ലിടാൻ പ്രൊവിഷൻ ഇല്ല. അപ്പോൾ ഈ 4 കോൺ മാസങ്ങളും വാസ്തവത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒഴിവാക്കണം എന്നാണ് വാസ്തുശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ നമ്മുടെ ആൾക്കാർ ചെയ്യുന്നത് കന്നി എന്ന് പറയുന്ന രാശിയിൽ അല്ലെങ്കിൽ തെക്ക് പടിഞ്ഞാറേ മൂലയിൽ കൊണ്ടുവന്നാണ് കല്ലിടുന്നത്. അത് വാസ്തവത്തിൽ ശരിയാണോ? അപ്പോൾ വാസ്തുശാസ്ത്രം എല്ലാം പറയുകയും ചെയ്യും ഏറ്റവും വലിയ തെറ്റായിട്ടുള്ള കാര്യമാണ് ചെയ്തു വയ്ക്കുന്നത്. എന്നാൽ ഇത് ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഈ കാര്യം പറയാം എന്ന് വിചാരിച്ചത്. അപ്പോൾ നമ്മളോട് ചോദിക്കും, എന്തുകൊണ്ടാണ് കന്നി എന്ന് പറയുന്ന ഭാഗത്ത്, കന്നി മൂലയ്ക്ക് എന്തുകൊണ്ടാണ് കല്ലിടാൻ പാടില്ലാത്തത് എന്ന് ചോദിക്കാം. അങ്ങനെ ഒരു കാര്യം വാസ്തവത്തിൽ ഈ ശാസ്ത്രമാണല്ലോ എല്ലാവരും കൃത്യമായി പാലിക്കണം എന്നൊക്കെ പറയുന്നത്. അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ കന്നി എന്ന് പറയുന്ന ഭാഗത്തെക്കുറിച്ച് പറയാത്തത്. പക്ഷേ ചിലരുടെ സൗകര്യപ്രകാരം ഏത് മാസം വേണമെങ്കിലും കന്നി മൂലയ്ക്ക് കല്ലിടാം എന്ന് പറയാറുണ്ട്. അത് സാധാരണഗതിയിൽ ഈ വലിയ ക്ഷേത്രങ്ങളിലൊക്കെ കന്നിമൂല എന്ന് പറയുന്നിടത്ത് ഗണപതി എന്ന് പറയുന്ന ആ ഒരു വിഗ്രഹത്തെയാണ് സ്ഥാപിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തുടക്കം അവിടുന്ന് ആക്കാം എന്ന് പറയുന്ന വലിയൊരു മണ്ടത്തരം കാണിക്കുന്നുണ്ട്. ശാസ്ത്രം അനുസരിച്ചാണ് പോകുന്നതെങ്കിൽ കന്നിമൂലയിൽ കൊണ്ട് കല്ലിടുന്നത് വലിയൊരു മണ്ടത്തരമാണെന്ന് ഞാൻ പറയുകയുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ഒരു ശാസ്ത്രം ഈ പറയുന്ന രീതിയിൽ ഈ നേരിട്ട് കാണാൻ പറ്റുന്ന, ഞാനിതിൻ്റെ ഈ പറയുന്ന ശാസ്ത്രമടങ്ങിയ ഭാഗമാണ് ഈ സ്ക്രീനിൽ കാണിക്കുന്നത്, ആ ഭാഗത്ത് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പ്രധാന കാര്യം. അപ്പം ഇത് കേൾക്കുന്നതോടുകൂടി കന്നിമൂലയിൽ കല്ലിട്ടവരെല്ലാവരും ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ഇത് ഒരു ആചാരം എന്ന രീതിയിൽ മാത്രം ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പോൾ ശാസ്ത്രം എല്ലാം പറയുകയും വാസ്തു മാത്രമേ ഞങ്ങൾ ചെയ്യുകയുള്ളൂ എന്ന് പറയുകയും ചെയ്യുന്നവരോട് പറയാൻ വേണ്ടി മാത്രമാണ് ഈ കാര്യം പറഞ്ഞത്. ഇത് ഒരാളുടെ അല്ലെങ്കിൽ ഒരു കൂട്ടം ആൾക്കാരുടെ ഒരു രീതിയാണ് എന്നുള്ളതൊഴിച്ചാൽ ഈ പറയുന്ന കല്ലിടൽ ചടങ്ങിന് അങ്ങനെ പ്രത്യേകിച്ച് കാര്യമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇത് നിങ്ങൾ മനസ്സിലാക്കുക. ശാസ്ത്രമാണ് പറയുന്നതെങ്കിൽ നിങ്ങൾ കൃത്യമായി പറയുക, ഉദയരാശിയുടെ അല്ലെങ്കിൽ ഉദിക്കുന്ന മാസത്തിൻ്റെ അല്ലെങ്കിൽ ഈ മലയാള മാസത്തിൻ്റെ എത്രാമത്തെ അഥവാ 10ാമത്തെ രാശിയിൽ ആണ് കല്ലിടേണ്ടത് എന്നാണ് ശാസ്ത്രം. അപ്പോൾ ഒരു കാരണവശാലും അതിൽ നിന്ന് മാറ്റം വരുത്താത്തവരോട് പറയണം, ഇങ്ങനെയാണ് ശാസ്ത്രം, നിങ്ങൾ കന്നി മൂലയ്ക്കല്ല കല്ലിടേണ്ടത്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉദിക്കുന്ന രാശിയുടെ 10ാം രാശിയിലാണ് വാസ്തുപുരുഷൻ എന്ന് പറയുന്ന നമ്മൾ വിശ്വസിക്കുന്ന ആ ഒരു ചൈതന്യത്തിൻ്റെ
വയറിൻ്റെ ഭാഗമുള്ളത്. അപ്പോൾ ഈ വയറിൻ്റെ ഭാഗത്ത് വേണം കല്ലിടാൻ എന്നാണ് ശാസ്ത്രത്തിലുള്ളത്. ഇത് കാരണമാണ് നമ്മൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായും കന്നിമൂലയ്ക്ക് കല്ലിടുന്നവർ അല്ലെങ്കിൽ കല്ലിടണം എന്ന് പറയുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ശാസ്ത്രത്തിൽ അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല. വാസ്തവത്തിൽ ആ മൂലയ്ക്ക് കല്ലിടാൻ പാടില്ല എന്നാണ് ശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്നുകൂടെ ഇതിനകത്ത് ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഇതുപോലെയുള്ള ഒരു പുതിയ വീഡിയോയുമായി കാണുന്നത് വരെ ഏവർക്കും നമസ്കാരം.